കഴിഞ്ഞ ദിവസങ്ങളിലെ എന്തൊക്കെ ബഹളായിരുന്നു അല്ലെ. രാജ്യസ്നേഹിയായ കാക്ക, ആ കാക്ക ചില ആളുകൾ പറയുന്നത് മലപ്പുറത്തുള്ളത് തന്നെ ആയിരിക്കും, കാക്കയാണെങ്കിൽ അത് മലപ്പുറത്തുള്ളത് തന്നെ ആയിരിക്കും. എന്തൊക്കെ ഡയലോഗിലായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും. അവസാനം എന്തായി? ആ ഒരു രാജ്യസ്നേഹത്തിന് ഒരു ദിവസം ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു വീഡിയോ മില്യൺ കണക്കിന് ആളുകളാണ് കേട്ടോ കണ്ടത്. അതായത് ആ ഒരു വീഡിയോ ഒറ്റ നോട്ടത്തിൽ ആ ഒരു ആംഗിളിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെയാണ് വിചാരിക്കരുത്. കാരണം ആ ഒരു കാക്ക അത് അയച്ചു കൊടുത്തു, ആ ഒരു പതാക പിന്നെ കെട്ടഴിഞ്ഞു പോയി എന്നുള്ളത്. പക്ഷെ പിന്നെയാണ് അതിന്റെ സത്യാവസ്ഥ മനസ്സിലായത്. പക്ഷെ എനിക്ക് ആദ്യമേ ഒരു സംശയം ഉണ്ടായിരുന്നു ആ ഒരു വീഡിയോ എങ്ങനെയാണ് എന്നുള്ളത്. അത് ഞാൻ ഇന്നലെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്നലെ 3 മണിക്ക് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവർ അതൊന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഇന്ന് അതിന്റെ കൂടുതൽ വീഡിയോസ് വന്നിട്ടുണ്ട്. അതായത് അത് കാക്ക ആ ഒരു ഇതിമേ ഇരിക്കുകയാണ്, ആ ഒരു മറ്റേ ഓലമ്മലി ഇരിക്കുകയാണ്. കാക്കയും ആ ഒരു പതാകയും തമ്മിൽ ഒരു ബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. പക്ഷെ അത് ആ ഒരു കൃത്യസമയത്ത് വീഡിയോ എടുക്കുമ്പോൾ അത് അതേപോലെ തോന്നി. ഇനി ഞാൻ ഈ ഒരു വീഡിയോ ഇതൊക്കെ ഞങ്ങൾക്ക് ഇപ്പൊ അറിയാലോ തലേ എന്ന് നിങ്ങൾ പറയണ്ടോ, പക്ഷെ ഞാൻ പറയാൻ വന്നത് അതല്ല. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളും. ഇതൊരു പക്ഷെ ദൈവം നമുക്ക് ഇട്ട് തന്ന ഒരു സംഭവമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മനസ്സിനെ ചിന്തിപ്പിക്കാൻ ദൈവം തമ്പുരാൻ ഇട്ട് തന്നതായിരിക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ നല്ലതും നടന്നാലും ചീത്തതും നടന്നാലും അത് ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് മൂപ്പര് എന്തെങ്കിലും ഒന്ന് കണ്ടിടണം, എൻ്റെ നല്ലതിനെ മൂപ്പര് എന്തെങ്കിലും ഒന്ന് കണ്ടിടണം, അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ ഒരു വിഷയം ഞാൻ അങ്ങനെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അംഗീകരിക്കാതിരിക്കാം, തീർച്ചയായിട്ടും നിങ്ങൾ അഭിപ്രായം ഒന്ന് പറയണം കേട്ടോ. അതായത് ഇതേപോലെ തന്നെയാണ് നമ്മുടെ പല വിഷയങ്ങളും. നമുക്ക് തെറ്റിദ്ധാരണയാണ്. പല ബന്ധങ്ങളും ഇന്ന് ഇല്ലാതായതും ഇല്ലാതായി കൊണ്ടിരിക്കുന്നതും തെറ്റിദ്ധാരണ മൂലമാണ്. ലോകത്തിലെ 3 സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ശരികളുണ്ട്. അത് നിങ്ങൾക്ക് അറിയാം. ഒന്ന് എൻ്റെ ഭാഗത്തുള്ള ശരി, രണ്ടാമത്തത് ഓപ്പോസിറ്റുള്ള ആളുണ്ടല്ലോ, ഞാൻ പ്രശ്നമുള്ള ആ ആളുടെ ഭാഗത്തുള്ള ശരി. പക്ഷെ ഇതൊന്നും അല്ലാത്ത 3ാമത്തെ ഒരു ശരിയുണ്ട്, അല്ലെങ്കിൽ 3ാമത്തെ ഒരു സത്യമുണ്ട്. അതാണ് യഥാർത്ഥ സത്യം. അല്ലാതെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പൊ ഞാൻ ഒരാളോട് പിണങ്ങാണ് അല്ലെങ്കിൽ പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കായിരിക്കും. അപ്പൊ എൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അത് ശരിയായിരിക്കാം. ആ സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള ആളോ അവനും ചിലപ്പോൾ അവൻ്റെ ഭാഗത്തു നിന്ന് ആലോചിക്കുമ്പോൾ അവനും ശരിയായിരിക്കും. പക്ഷെ ഇതൊന്നും ആവൂല യഥാർത്ഥത്തിലുള്ള സത്യം. ഒരു തെറ്റിദ്ധാരണയാണ്. പല കുടുംബത്തിലും പല ബന്ധങ്ങളിലും ഇത് തന്നെയാണ് അവസ്ഥ. തെറ്റിദ്ധാരണ മൂലമാണ് പല ബന്ധങ്ങളും ഇല്ലാതായതും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, എനിക്കൊരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കാൻ താല്പര്യം. ഞാനത് വേറൊരു അർത്ഥത്തിൽ എടുക്കുന്നില്ല. കാരണം ദൈവം തമ്പുരാൻ നമുക്ക് ഇട്ട് തന്നൊരു സംഭവമാണ് ഈ ഒരു രാജ്യസ്നേഹിയായ കാക്ക. ഇപ്പോൾ അവസാനം രാജ്യസ്നേഹിയായ ആ കാക്കയുടെ തനി നിറം പുറത്തായി. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതേപോലെ തന്നെയാണ് പല ബന്ധങ്ങൾ എന്നല്ല, പല വിഷയങ്ങളും, പല വാർത്തകളും, പല ന്യൂസുകളും. ഇതൊക്കെ തന്നെയാണ് സംഭവം. അത് വേറെ എന്തോ ആയിരിക്കാം, പക്ഷെ നമ്മളിലേക്ക് എത്തുമ്പോൾ അത് വേറൊരു ആംഗിളിൽ അത് വരികയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് വിചാരിച്ചിട്ട് ഇത് തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിരിക്കും. ഇനിയെങ്കിലും സൂക്ഷിക്കുക. ഇങ്ങനെയൊക്കെ വരുമ്പോഴും, അല്ലെങ്കിൽ ഇങ്ങനെയെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ നമുക്കിപ്പോൾ അങ്ങനെ എടുക്കാം. ഇപ്പൊ ഈ കാക്കന്റെ ആ ഒരു വീഡിയോ അങ്ങനെ ആയതുകൊണ്ട് ഇപ്പൊ നമുക്ക് പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ അത് നമ്മൾ പോസിറ്റീവ് മൈൻഡിൽ എടുക്കണം. നമ്മുടെ പല വിഷയത്തിലും നമ്മൾ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഒക്കെ ഉണ്ടാവുമ്പോൾ ഞാൻ പറയുന്നത് 2 തവണ ഒന്ന് ആലോചിക്കണം എന്നുള്ളതാണ്. ചിലപ്പോൾ സത്യം അതാവൂല, നമ്മൾ വിചാരിക്കുന്നതാവൂല. കാരണം നമ്മൾ മനുഷ്യന്മാരെ ആലോചിച്ച് കൂട്ടാൻ ഉഷാറാണല്ലോ. ചിലപ്പോൾ അത് ഓപ്പോസിറ്റുള്ള ആൾ ചിലപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടാവൂല. പക്ഷെ നമ്മൾ ആലോചിച്ച് കൂട്ടാനും മിടുക്കന്മാരാണ്. അപ്പൊ അതേപോലെ തന്നെ ആയിരിക്കാം നമ്മുടെയൊക്കെ ഓരോ വിഷയവും. അപ്പൊ ഇതെല്ലാവരും ഓരോ പോസിറ്റീവ് മൈൻഡിൽ മാത്രം എടുക്കുക. അപ്പൊ ഇത് ഷെയർ ചെയ്ത ആളുകളൊക്കെ ഉണ്ടാവും. അതായത് ആ ഒരു വീഡിയോ പക്ഷെ നിങ്ങൾ അങ്ങനെ ഒരു ഡെസ്പാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അതൊരു പോസിറ്റീവിൽ എടുത്താൽ മതി. നിങ്ങളെ ലൈഫിലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. നിങ്ങളുടെ ഏതെങ്കിലും ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഭാഗത്ത് തെറ്റാണ് എന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തെറ്റിദ്ധാരണന്റെ പുറത്തായിരുന്നു അന്ന് അങ്ങനെ സംഭവിച്ചത് എന്ന് തോന്നുകയാണെങ്കിൽ ആളോട് പോയി മാപ്പ് പറയുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും ഞാൻ ഈ പറഞ്ഞതിനോട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ളൊരു അഭിപ്രായമുണ്ടോ? ആ ഒരു അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക. ഞാൻ പറഞ്ഞത് ശരിയാണ് എന്ന് തോന്നുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്യുക. അപ്പൊ ഞാൻ ഇപ്പോഴും പറയുന്നു, ലോകത്ത്
3 സത്യങ്ങളുണ്ട്, അല്ലെങ്കിൽ 3 ശരികളുണ്ട്. ഒന്ന് എൻ്റെ ഭാഗത്തുള്ള ശരി, മറ്റേത് നിങ്ങളുടെ ഭാഗത്തുള്ള ശരി, അടുത്തതാണ് അതിൻ്റെ യഥാർത്ഥ ശരി എന്താണ് എന്നുള്ളത്. പക്ഷെ അത് നമ്മൾ ആരും കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഓക്കെ.